ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആണ്. കോഫിയും ഓട്സും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഫേസ് മാസ്കാണിത്. അപ്പോൾ ഈ കോഫി ഫേസ് മാസ്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ലോണം അറിയാൻ പറ്റും അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നമ്മളെ മുഖത്ത് എന്നുള്ളത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്കാണ് ഈ കോഫീനെ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ കോഫി പൗഡറിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചിലർക്ക് ചെറുനാരങ്ങ മുഖത്ത് അപ്ലൈ ചെയ്താൽ ഡ്രൈ ആവുമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താലാണ് കേട്ടോ ചെറുനാരങ്ങ പ്രശ്നം. എന്തിൻ്റെങ്കിലും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചെറുനാരങ്ങ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത്ര പ്രശ്നം വരില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം തന്നെ ഓട്സിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഓട്സ് മിക്സിയിലിട്ട് പൊടിച്ചത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കണം. പാലിൻ്റെ ശരിക്ക് കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്ത് ഈ ഒരു ഫേസ് പാക്ക് നല്ലോണം കുറച്ച് കോട്ടായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള രീതിക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്ക്. ഇങ്ങനെയാണ് വേണ്ടത്. ഇത് കുറച്ച് നേരം വെച്ചാൽ കുറച്ചൊന്ന് ടൈറ്റ് ആവും കൂടിയും ചെയ്യും. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതെൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ മുഖത്തേക്ക് ഇത് ഇതേപോലെ, അതായത് സർക്കുലാർ മോഷനിൽ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. മുഖത്തേക്ക് കുറച്ച് കട്ടിയിൽ തന്നെ പിടിപ്പിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഓട്സും പഞ്ചസാരയും ഇട്ടത് കൊണ്ട് ചെറിയൊരു തരിതരിപ്പും ഉണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റെല്ലാം നമ്മൾ അത് ഇങ്ങനെ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ സർക്കുലാർ മോഷനിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ മുഖത്ത് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഇത് പിടിപ്പിച്ചെടുക്കണം. കുറച്ച് കട്ടിയിൽ പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കഴുകി എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിത് എങ്ങനെയാണ് കഴുകിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഫേസ് പാക്ക് കഴിയുന്നത് പോലെ അപ്പാട് പൈപ്പ് വാട്ടറിൽ കഴുകിയെടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം കയ്യിലെടുത്തതിന് ശേഷം ഇതേപോലെ മുഖത്തുനിന്ന് മെല്ലെ മെല്ലെ സർക്കുലാർ മോഷനിൽ തന്നെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് ഇത് റിമൂവും ചെയ്യേണ്ടത്. സർക്കുലാർ മോഷനിൽ വെള്ളം കൊണ്ട് മെല്ലെ മെല്ലെ മസാജ് ചെയ്തിട്ട് തന്നെ ഇത് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പാട് സാധാരണ കഴുകുന്നത് പോലെ വെള്ളത്തിൽ അപ്പാടങ്ങ് കഴുകിയെടുക്കരുത്. ഇതേപോലെ വെള്ളം മെല്ലെ കയ്യിലെടുത്ത് മുഖത്തിങ്ങനെ സർക്കുലാർ മോഷനിൽ റിമൂവ് ചെയ്ത് മെല്ലെ മെല്ലെ റിമൂവ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഗ്ലോ ആ സമയത്ത് തന്നെ നമ്മളെ മുഖത്ത് കിട്ടും. അതേപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റും ക്ലിയറും ഒക്കെ ആവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കയ്യിൽ തന്നെ എത്രത്തോളം എഫക്റ്റീവാണ്. നമുക്ക് മുഖത്ത് മാത്രമല്ല നമ്മളെ കയ്യിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൈ കാണാൻ പറ്റും, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കൈക്ക്. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ കൈ കണ്ടതാണ്. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് കഴുകിയെടുക്കാം. സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ. സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാൻ പാടില്ല. ഞാനീ പറഞ്ഞ പോലെ വെള്ളം തൊട്ട് മസാജ് ചെയ്ത് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് നമ്മളിത് കഴുകിയെടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ മുഖത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ കൈയിൻ്റെ ഡിഫറൻസ് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നല്ലോണം കഴുകി തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും ക്ലിയറും ഒക്കെ ആവും നമ്മളെ കൈ. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു മാറ്റം മനസ്സിലാവും. ഈ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. പിന്നെ കോഫി ഉപയോഗിച്ചവർക്ക് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്തായാലും അറിയാൻ പറ്റും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇരുണ്ട നിറമുള്ളവർക്കെല്ലാം പെട്ടെന്ന് തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അതായത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. പെട്ടെന്നുള്ള പാർട്ടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴുകിയാൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ മുഖത്തുണ്ടാവും. വീക്കിലി ഒരു ദിവസം വെച്ചിട്ട് മാസത്തിൽ ഒരു മാസം ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു മാസം വീക്കിലി ഒരു ദിവസം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.